ഉണ്ണി നന്നായി എന്താ ഉണ്ണി? ബിരിയാണിയോ ഈ സമയത്തോ? ഓക്കേ. അപ്പൊ കുട്ടികൾ വല്ല ചെറിയ ആഗ്രഹങ്ങളും പറഞ്ഞാൽ എങ്ങനെ ചെയ്തു കൊടുക്കാതിരിക്കുക? അപ്പോൾ ചിക്കനൊന്നും ഇല്ലാത്ത വേഗം ഒരു ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ ഒരു 3/4 ഗ്ലാസ് അരി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ സോയാബീൻ ഉണ്ട് കേട്ടോ, അപ്പോൾ അതും കൂടി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കായതുകൊണ്ട് ഞാൻ ചെറിയൊരു സ്പൂണിലാണ് എടുക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 7 സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്, 1 സ്പൂണ് ജീരകം, 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂണ് മല്ലിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഈ മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ്, ഇത് മാത്രം മതി. ഇതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഇതാ ഒന്ന് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ സോയാബീനത്തെ വെള്ളം നല്ല കളഞ്ഞിട്ട് നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഈ ഒരു മസാല മാത്രം നമ്മൾ ഇടുന്നുള്ളൂ, പിന്നെ വേറെ മസാല ഒന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇല്ലേ എന്നൊന്ന് നോക്കാം കേട്ടോ. ഇനി ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3/4 ഗ്ലാസ് അരിയാണല്ലോ എടുത്തിരിക്കേണ്ടത്. അപ്പോൾ 1 ഗ്ലാസും 1/2 ഗ്ലാസും കൂടിയിട്ട് 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിടുന്നുണ്ട്. നമ്മൾ മറ്റേ മസാലയിൽ ഓൾറെഡി ഉപ്പിട്ടത് കൊണ്ട് കുറച്ച് ഉപ്പിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ അരി കഴുകിയത് ഇടാം കേട്ടോ, വെള്ളം കളഞ്ഞിട്ട് ഇടുന്നുണ്ട്. ഇനി നമ്മളുടെ സോയാബീൻ കൂടി ഇടാം. അപ്പോൾ കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ട് എരിവ് കൂടാതെ നോക്കണം. മുളക് പൊടി അപ്പോൾ കുറച്ചിട്ടാൽ മതിയാവും കേട്ടോ. 1 മുട്ടയും കൂടി വെക്കുന്നുണ്ട്. നമുക്കിനി കുക്കർ അടച്ച് വയ്ക്കാം. എന്നിട്ട് വിസിലിട്ടിട്ട് സ്പീഡിൽ തന്നെ വെക്കുക. എന്നിട്ട് 1 വിസിലടിച്ച് കഴിഞ്ഞാൽ ബിരിയാണി റെഡി ആയി കേട്ടോ. ഒരു ചട്ടിയിൽ പിന്നെ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 1 ഉള്ളി എടുത്തിട്ടുള്ളൂ. 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഇതിവിടെ ആയി. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി തുറന്ന് നോക്കാം. നല്ല മണമുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ റൈസും എല്ലാ സോയാബീനൊക്കെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം വെച്ചു. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കുക്കറിൽ തന്നെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു. എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. റൈസൊക്കെ നല്ല വിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ബക്കറ്റ് ചിക്കൻ്റെ ബക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ഒരു ചെറിയൊരു ബക്കറ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് എല്ലാം ചെയ്തിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നമ്മളുടെ ബക്കറ്റിക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. റൈസ് ഇട്ടിട്ട് ആദ്യം ഫില്ല് ചെയ്യാം. പിന്നെ കുറച്ച് ഈ ഉള്ളി മൊരിച്ചതും കൂടി ഇടുന്നുണ്ട്. ഇതിപ്പോൾ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മുകളിൽ നമുക്ക് വീണ്ടും ഉള്ളി ഒന്ന് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മളുടെ മുട്ടയും കൂടി വെച്ചാൽ നമ്മളുടെ ബക്കറ്റ് ബിരിയാണി റെഡി ആയി കേട്ടോ. ഇനി നമുക്കിത് ഉണ്ണിക്ക് കൊടുത്തിട്ട് പറ്റിക്കാം. ഉണ്ണിക്ക് കൊടുത്തിട്ട് ഉണ്ണീനെ പറ്റിക്കാം കേട്ടോ. ഉണ്ണി ബക്കറ്റ് ബിരിയാണി.
അപ്പോൾ സാലഡെല്ലാം കൂട്ടിയിട്ട് ഉണ്ണിക്ക് കൊടുത്തിട്ടുണ്ട്. ബക്കറ്റ് ബിരിയാണിയാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആവട്ടെ കഴിക്കാൻ. അപ്പോൾ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട്. മുട്ടയും പിന്നെ സോയാബീനൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. ഉള്ളി ഫ്രൈ ചെയ്തിട്ടപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ സോയാബീൻ ഉണ്ണി ഇങ്ങനെ എടുത്തെടുത്ത് കഴിക്കുന്നു അവന് നല്ല ഇഷ്ടമായി. അപ്പോൾ മൊത്തത്തിൽ ബിരിയാണി സൂപ്പറായിട്ടുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ബിരിയാണി കേട്ടോ. കുട്ടികളെന്നൊക്കെ പറ്റിക്കാം, ബക്കറ്റ് ബിരിയാണിയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഞാനും ഉണ്ണി നല്ല ടേസ്റ്റായിട്ട് വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. അപ്പം നിങ്ങളും നിങ്ങളുടെ ഉണ്ണിക്ക് ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമെങ്കിൽ കൂടുതൽ റെസിപ്പീസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ബോറടിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഇങ്ങനത്തെ റെസിപ്പീസ് ഉണ്ടാക്കി നോക്കൂ. ചിക്കനൊന്നും ആവശ്യമില്ല, സോയാബീൻ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.